കാർഷിക വാർത്തകൾ. കേരളത്തിന്റെ തനത് കന്നുകാലി പൈതൃകത്തിൽ പുതിയൊരു അധ്യായം കൂടി. പെരിയാർ പശുവിന് ദേശീയ അംഗീകാരം. വെച്ചൂർ പശുവിന് ശേഷം കേരളത്തിൽ നിന്ന് തനത് കന്നുകാലി ഇനമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഇനമായി പെരിയാർ പശു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയും കർണാലിലെ ICAR നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജെനറ്റിക്സ് റിസോഴ്സസും ചേർന്ന് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിലൂടെയാണ് പെരിയാർ പശുവിന്റെ സവിശേഷതകൾ രേഖപ്പെടുത്തി ദേശീയ ഇനമായി അംഗീകരിച്ചത്. കുട്ടമ്പുഴ കന്നുകാലി, ആണ്ടുകണ്ണി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഇവ പെരിയാർ നദീതടം, അതിരപ്പള്ളി വനമേഖല, തോട്ടം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കുറഞ്ഞ മനുഷ്യപരിചരണത്തിൽ വനമേച്ചിൽ അധിഷ്ഠിതമായി സ്വാഭാവിക സസ്യങ്ങൾ ഭക്ഷിച്ച് ജീവിക്കാനുള്ള കഴിവാണ് ഇവയുടെ പ്രത്യേകത. ചെറുതും ദൃഢവുമായ ശരീരഘടനയും പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ശേഷിയും പെരിയാർ പശുക്കളുടെ സവിശേഷതകളാണ്. പ്രതിദിനം ശരാശരി 2.5 മുതൽ 4 ലിറ്റർ വരെ പാൽ ലഭിക്കും. 2023 നവംബർ 13 KVSACU ICARന്റെ അനിമൽ ജെനറ്റിക്സ് റിസോഴ്സസ് നെറ്റ്വർക്ക് പദ്ധതിയിൽ അംഗമായതിന് പിന്നാലെ നടത്തിയ ആദ്യ സമഗ്ര ഇനം തിരിച്ചറിയൽ പഠനമാണിത്. കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും പരമ്പരാഗത അറിവും ശാസ്ത്രീയ ഗവേഷണവും ചേർന്ന ഈ നേട്ടം പെരിയാർ കന്നുകാലികളുടെ ഭാവി സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും വഴിയൊരുക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കയ്പ് കാരണം പലരും പാവയ്ക്ക് ഒഴിവാക്കുമ്പോൾ കയ്പില്ലാത്ത പാവയ്ക്ക് ഇനമായ കന്റോല കേരളത്തിലും തരംഗമാവുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ വിളയ്ക്ക് കേരളത്തിലെ മണ്ണിലും കാലാവസ്ഥയിലും മികച്ച സാധ്യതകളാണ് തെളിയുന്നത്. പോഷക സമ്പുഷ്ടമായ വെള്ളരിവർഗ വിളയാണ് കന്റോല. പുറംഭാഗത്ത് മൃദുവായ ചെറിയ മുള്ളുകളുള്ള ഇളം കായ്കൾ മെഴുക്കുപുരട്ടി, തോരൻ, തീയൽ എന്നിവയ്ക്കും അരിഞ്ഞുണക്കി കൊണ്ടാട്ടമായും ഉപയോഗിക്കാം. ഇലകളും ഇളം തണ്ടുകളും പച്ചക്കറിക്കായി ഉപയോഗിക്കുന്നവരുമുണ്ട്. നീർവാർച്ചയും വളക്കൂറുമുള്ള പശിമരാശി മണ്ണാണ് കന്റോല കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നല്ല സൂര്യപ്രകാശം വേണമെങ്കിലും വീട്ടുവളപ്പിൽ ഭാഗിക തണലിലും വളർത്താം. വെള്ളക്കെട്ട് ഒഴിവാക്കണം. ചെടികൾ ഉണങ്ങിയ ശേഷം ചുവട്ടിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കിഴങ്ങുകളാണ് പ്രധാന നടീൽ വസ്തു. ആൺപെൺ കിഴങ്ങുകൾ പ്രത്യേകം തിരിച്ചറിഞ്ഞ് സൂക്ഷിക്കണം. കൃഷിയിടത്തിൽ ഏകദേശം 10% ആൺചെടികൾ ഉറപ്പാക്കുകയും വേണം. കിഴങ്ങ് നട്ട് 1.5 മുതൽ 2 മാസം കഴിയുമ്പോൾ പൂവിട്ടു തുടങ്ങും. മികച്ച വിളവിന് കൃത്രിമ പരാഗണം ആവശ്യമാണ്. പരാഗണം കഴിഞ്ഞ് 10 മുതൽ 12 ദിവസത്തിനകം കായ്കൾ വിളവെടുക്കാം. മൂപ്പത്തു മുൻപ് കായ്കൾ പറിച്ചെടുക്കണം. 3 ദിവസത്തിലൊരിക്കൽ വിളവെടുക്കുന്നത് കൂടുതൽ പൂക്കളും കായ്കളും ലഭിക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അവക്കാഡോ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. തൈ നടാൻ ഇതാണ് സമയം. ഗ്രാഫ്റ്റ് തൈകളിലൂടെ നേരത്തെ കായ്ഫലം നേടാനും കഴിയും. വീട്ടുവളപ്പിൽ അവക്കാഡോ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ മികച്ച സമയം. കേരളത്തിലെ കാലാവസ്ഥ അവക്കാഡോ കൃഷിക്ക് അനുയോജ്യമാണെന്നും മഴക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തൈകൾ നടാൻ ഏറ്റവും നല്ല സമയമെന്നും കൃഷി വിദഗ്ധർ പറയുന്നു. വിത്തിൽ നിന്നും വളർത്തുന്ന തൈകൾ കായ്ക്കാൻ 10 മുതൽ 12 വർഷം വരെ എടുത്തേക്കാം. എന്നാൽ ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് തൈകൾ നട്ടാൽ 3-4 വർഷത്തിനുള്ളിൽ കായ്ച്ചു തുടങ്ങും. വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് അവക്കാഡോയ്ക്ക് ആവശ്യം. മണ്ണിന്റെ pH 5.5 മുതൽ 6.5 വരെയായിരിക്കുന്നതാണ് അനുയോജ്യം. തൈ നടുമ്പോൾ ജൈവവളത്തിനൊപ്പം വേപ്പിൻ പിണ്ണാക്കും കുമ്മായവും ചേർക്കാം. ചൂടുള്ള സമയത്ത് ആവശ്യത്തിന് നനയ്ക്കണം. എന്നാൽ വേരുകളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മരത്തിൽ നിന്നും വർഷത്തിൽ 50 മുതൽ 300 കിലോഗ്രാം വരെ പഴം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് സംസ്ഥാനത്തെ പ്രധാന അവക്കാഡോ കൃഷി മേഖലകൾ. അതുകൊണ്ട് വീട്ടുവളപ്പിലൊരു അവക്കാഡോ മരം വേണമെങ്കിൽ സെപ്റ്റംബർ അവസാനിക്കുന്നതിന് മുമ്പ് തൈ നട്ടു തുടങ്ങാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.